നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറയുന്നു, മുൻപുണ്ടായിരുന്ന കരുതൽ നഷ്ടപ്പെടുന്നു. അതുകൂടാതെ തനിക്ക് മറ്റ് സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ ചോദ്യം ചെയ്യുന്നു, അതിനെയൊക്കെ തന്നെ വിലക്കുന്നു. ഇത്രയൊക്കെ മതി ഒരു കൊലപാതകം ചെയ്യാനെന്നാണ് ബാലരാമപുരത്ത് കഴിഞ്ഞ ദിവസം 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന ഹരികുമാർ പോലീസിന് നൽകിയ മൊഴി. പക്ഷെ ഓരോ തവണയും ഓരോ രീതിയിൽ മൊഴി നൽകുന്ന ഹരികുമാറിനെ പൂർണ്ണമായും ഇതുവരെയും പോലീസ് വിശ്വസിച്ചിട്ടില്ല, വിശ്വാസയോഗ്യമായി കണക്കിലെടുത്തിട്ടില്ല. ഒപ്പം ശ്രീധുവിന്റെ പങ്കും പോലീസ് ഏറെ സംശയിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചും അന്വേഷിക്കുകയാണ്. ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസും. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും അറസ്റ്റിലായ അമ്മാവൻ ഹരികുമാറും തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള ഇടപാടുകൾ, അതൊന്നും ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസിനുള്ളത്. അതേ സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾ പോലീസിനെ കുഴപ്പിക്കുകയാണ്. 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പ്രതിയെ പ്രേരിപ്പിച്ചതാകട്ടെ സഹോദരിയോടുള്ള കടുത്ത വിരോധവും അതിനു മുൻപുണ്ടായിരുന്ന പ്രണയവും തന്നെയാണ്. ഏറ്റവും അധികം സ്നേഹമുള്ളത് സഹോദരിയായിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ നിലവിൽ സഹോദരിയോടുള്ള വിരോധമായി തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കുഞ്ഞിന് ശ്രദ്ധ നൽകിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു. കുഞ്ഞിന്റെ കരച്ചിൽ പോലും അരോചകമായി തോന്നിയെന്നാണ് പ്രതി പറഞ്ഞതായി റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഒപ്പം ഹരികുമാറിന്റെ പരസ്ത്രീ ബന്ധത്തെ സഹോദരി വിലക്കി, അത് വൈരാഗ്യത്തിന് കാരണമായി മാറി. സംഭവത്തിൽ ശ്രീധുവിന്റെ പങ്കുകൂടി അന്വേഷിക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഭർത്താവടക്കം ശ്രീജിത്ത് അടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണമെന്ന് ഹരികുമാർ പറഞ്ഞതൊന്നും പൂർണ്ണമായും വിശ്വാസയോഗ്യമാക്കി എടുത്തിട്ടില്ല. അത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങളും അനവധിയാണ്. എന്നിരുന്നാലും കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് ബോധ്യമാകുന്നു. അതിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഇതുവരെയും പൂർണ്ണമായ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കൃത്യത്തിൽ കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിന്റെ പങ്ക് അത് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലും ശരിയായ വസ്തുതയോ വ്യക്തതയോ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഹരികുമാർ തനിക്ക് മൂത്ത മകനെ പോലെ ആയിരുന്നുവെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞത്. മകനെ പോലെ വാത്സല്യത്തോടും സ്നേഹത്തോടും പെരുമാറിയെന്നാണ് ശ്രീധു പറയുന്നത്. പക്ഷെ ആ സ്നേഹം പരിധി കടന്നോ എന്നുള്ള സംശയം പോലീസിന് തന്നെയുണ്ട്. തികച്ചും അന്തർമുഖനായി ജീവിച്ചിരുന്ന ഹരികുമാറിന് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി അടുത്ത ബന്ധമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മുഴുവൻ സമയവും വീട്ടിൽ തന്നെ ആയിരുന്നു. അതല്ലെങ്കിൽ വീട്ടുകാർ എവിടെയെങ്കിലും കൊണ്ടു ചെന്ന് എത്തിച്ചാൽ ജോലി ചെയ്യാനായി ജോത്സ്യന്റെ അടുത്ത് അടക്കം എത്തിക്കുമ്പോൾ അവിടെ ചെലവഴിക്കും. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും വീട്ടിൽ തന്നെ എത്തും. മകനെ പോലെ മാത്രമാണ് ഹരികുമാറിനെ നോക്കിയതെന്നാണ് ശ്രീധു പറയുന്നത്. മക്കളുണ്ടായ ശേഷവും മക്കളെക്കാൾ സ്നേഹം അവനാണ് കൊടുത്തതെന്ന് ശ്രീധു പറയുന്നു. ആ സ്നേഹം അളവറ്റ രീതിയിലായിരുന്നു, അതിര് കടന്നു എന്ന് തന്നെയാണ് നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്തടുത്ത മുറികളിൽ കിടന്നിട്ടും ഇരുവരും വീഡിയോ കോൾ ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും ഏറ്റവും ഒടുവിൽ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതും. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു. ഡിലീറ്റ് ചെയ്തവ വീണ്ടെടുക്കാനായി റിട്രീവ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഹരികുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേവലം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണുള്ളത്. എഴുത്തും വായനയും ഒന്നും തന്നെ അറിയില്ല എന്നാണ് പരിചയമുള്ളവർ വ്യക്തമാക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാനായി പോയിരുന്നു. ഉത്സവങ്ങളിലും മറ്റുമൊക്കെ ചെണ്ടമേളത്തിനും മറ്റുമായി പോകാറുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 3 വർഷക്കാലം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തു. ഇയാൾ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോത്സ്യനൊപ്പവും ഹരികുമാർ ജോലി ചെയ്തു എന്ന് തെളിയിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ശ്രീധുവിനോട് ഹരികുമാർ പലതവണ വഴിവിട്ട് പെരുമാറാനായി ശ്രമിച്ചെന്നും അടുപ്പത്തിന് ഒരു തടസ്സമായി കുഞ്ഞും ഭർത്താവും മാറുമെന്ന് കരുതിയപ്പോഴാണ് ഒരു കൊലപാതകം നടത്തി അത് ഭർത്താവിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനായി ഹരികുമാറിന്റെ കുരുട്ടുബുദ്ധിയിൽ ഇങ്ങനെ ഒരു ചിന്ത ഉയർന്നതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലൂടെ പോലീസിന് മനസ്സിലായത്. പക്ഷെ ഇപ്പോഴും അവ്യക്തമായി നിൽക്കുകയാണ്. പല സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരവും കിട്ടുന്നില്ല. ഓരോ തവണയും മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പല കഥകൾ, പല കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പോലീസിനെ സംബന്ധിച്ച് വലയ്ക്കുന്നത്. മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയായി തന്നെയാണ് നിലവിൽ ഹരികുമാറിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ വിദഗ്ധനുമായി ഇരുത്തി സംസാരിച്ചാൽ മാത്രമായിരിക്കും കുറച്ചുകൂടി വ്യക്തത ലഭിക്കുക. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസ് നൽകാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം തന്നെ കരുതി കൂട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് ബലപ്പെട്ട് മുന്നോട്ട് പോകൂ എന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇരുവർക്കും നിഗൂഢ സ്വഭാവമുള്ളവരാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒട്ടും തന്നെ അച്ചടക്കമില്ല.
അളവറ്റ രീതിയിൽ ആർഭാട ജീവിതം നയിക്കാനായി പണം എവിടെ നിന്നും സ്വരൂപിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ശ്രീതു എന്നാണ് നാട്ടുകാരടക്കം ആക്ഷേപിക്കുന്നത്. ഒരേ വീട്ടിൽ തൊട്ടടുത്ത മുറികളിൽ ഇരുന്ന് രാത്രിയും പകലുമൊക്കെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുകയാണ്. ഇതിന് ചില ശബ്ദ സന്ദേശങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. പല മെസ്സേജുകളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ ചാറ്റുകളെ കേന്ദ്രീകരിച്ചായിരിക്കും കൊലപാതകത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കുന്നതും യഥാർത്ഥ കാരണം ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുന്നത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംശയം വ്യാപകമായി തന്നെ ചർച്ചകളിലൂടെ നടക്കുകയാണ്. ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുന്നു. കുഞ്ഞായ ദേവേന്ദുവിനെ ഹരികുമാർ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യും. റിമാൻഡ് ചെയ്ത ഹരികുമാറിന് വേണ്ടി പോലീസ് ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടി വ്യക്തത വരുത്താൻ ഒരു നീക്കം നടത്തുകയാണ്. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തുടർന്ന കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയായ ശ്രീതുവിനെ വെള്ളിയാഴ്ച തന്നെ പോലീസ് 2 മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്ത് വിട്ടയച്ച ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസനെയും പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഇയാൾ മാധ്യമങ്ങളോടടക്കം ഹരികുമാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ശ്രീതുവുമായി ഏതു തരത്തിലായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആരോപണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരവും ഇയാൾ തന്നെ വെളിപ്പെടുത്തുന്നു. ശ്രീതു പറയുന്നത് പൂർണ്ണമായി നുണയാണെന്നും തനിക്ക് മേൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നുമാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. വേണമെങ്കിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണത്തോടും താൻ സഹകരിക്കും, ബാങ്ക് രേഖകളും മറ്റുമൊക്കെ തന്നെ പരിശോധിക്കാമെന്ന് തന്നെയാണ് ജ്യോത്സ്യനും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.